ടി20 ക്രിക്കറ്റിന്റെ ചരിത്രത്താളുകളിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയാണ് ഇന്ത്യൻ യുവതാരം അഭിഷേക് ശർമ്മ. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ന്യൂസിലാൻഡിനെതിരെ നടന്ന ആദ്യ ടി20 മത്സരത്തിൽ കണ്ടത് വെറുമൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നില്ല, മറിച്ച് ഒരു ബാറ്റിംഗ് വിപ്ലവമായിരുന്നു. ക്രീസിലെത്തുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കുക എന്ന അതിസാഹസികമായ ശൈലിയിലൂടെ ലോകത്തിലെ നമ്പർ 1 ടി20 ബാറ്റർ പദവിയിലേക്ക് കുതിച്ചെത്തിയ ഈ പഞ്ചാബ് താരം കിവീസ് ബൗളർമാരെ അക്ഷരാർത്ഥത്തിൽ കശാപ്പ് ചെയ്തു. വെറും 35 പന്തിൽ 84 റൺസ്, 8 സിക്സറുകളും 5 ഫോറുകളും. ഇന്ത്യ 48 റൺസിന്റെ കൂറ്റൻ ജയം സ്വന്തമാക്കിയപ്പോൾ കളിയിലെ കേമനായത് സ്വാഭാവികമായും അഭിഷേക് തന്നെയായിരുന്നു. എന്നാൽ മൈതാനത്ത് അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുന്ന അഭിഷേക് കളി കഴിഞ്ഞ് മൈക്കിന് മുന്നിലെത്തിയപ്പോൾ തികച്ചും ശാന്തനും വിനയശീലനുമായിരുന്നു. തന്റെ ബാറ്റിംഗ് രഹസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. താൻ ഒരു പൂർണ്ണനായ ബാറ്റർ അല്ലെന്നും തനിക്ക് പരിമിതികളുണ്ടെന്നും തുറന്നു പറയാൻ കാണിച്ച ആ ആർജവം അദ്ദേഹത്തിന്റെ പക്വതയെ കാണിക്കുന്നു. എനിക്കധികം ഷോട്ടുകളില്ല. ആധുനിക ക്രിക്കറ്റിലെ മിസ്റ്റർ 360 എന്ന് പലരെയും വിശേഷിപ്പിക്കാറുണ്ട്. ഗ്രൗണ്ടിന്റെ ഏത് ഭാഗത്തേക്കും ഷോട്ടു തീർക്കാൻ കഴിയുന്നവർ. എന്നാൽ താൻ അങ്ങനെയൊരാളല്ലെന്ന് അഭിഷേക് സമ്മതിക്കുന്നു. പല ബാറ്റർമാരെയും പോലെ ഒരുപാട് ഷോട്ടുകൾ എൻ്റെ പക്കലില്ല. വളരെ കുറച്ച് ഷോട്ടുകൾ മാത്രമേ എനിക്കറിയാവൂ. നാഗ്പൂരിലെ മത്സരശേഷം അഭിഷേക് പറഞ്ഞു. ഇതൊരു പോരായ്മയായി കാണാതെ തന്റെ ശക്തിയായി മാറ്റാൻ അഭിഷേകിന് സാധിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയ രഹസ്യം. എനിക്കറിയാവുന്ന ആ കുറച്ച് ഷോട്ടുകൾ ഞാൻ ഒരുപാട് പരിശീലിക്കാറുണ്ട്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. ആ ഷോട്ടുകളിൽ ഞാൻ മാസ്റ്ററാണ്, താരം കൂട്ടിച്ചേർത്തു. ബ്രൂസ്ലിയുടെ പ്രശസ്തമായ വാചകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് അഭിഷേകിന്റെ വാക്കുകൾ. 10,000 വ്യത്യസ്ത കിക്കുകൾ പരിശീലിച്ചവനെ എനിക്ക് ഭയമില്ല. എന്നാൽ ഒരേ കിക്ക് 10,000 തവണ പരിശീലിച്ചവനെ ഞാൻ ഭയപ്പെടുന്നു. അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ ഇത് അക്ഷരം പ്രതി ശരിയാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഷോട്ടുകൾക്ക് കൃത്യതയും പൂർണ്ണതയുമുണ്ട്. തയ്യാറെടുപ്പിലെ മികവ്. ആഭ്യന്തര ക്രിക്കറ്റിലെ തിരക്കിനിടയിൽ ന്യൂസിലാൻഡ് പരമ്പരയ്ക്കായി പ്രത്യേകം പരിശീലനം നടത്താൻ അഭിഷേകിന് സമയം ലഭിച്ചിരുന്നില്ല. എന്നാൽ അവിടെ അദ്ദേഹം ആശ്രയിച്ചത് സാങ്കേതിക വിദ്യയെയാണ്. ബൗളർമാർ എനിക്കെതിരെ എന്ത് പ്ലാനായിരിക്കും തയ്യാറാക്കുക എന്ന് മനസ്സിലാക്കാൻ ഞാൻ അവരുടെ പഴയ വീഡിയോകൾ കാണും. ഒപ്പം എൻ്റെ തന്നെ ബാറ്റിംഗ് ഹൈലൈറ്റ്സും കാണും. എവിടെയൊക്കെ എനിക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ക്രീസിലെത്തുന്നത്, അഭിഷേക് വ്യക്തമാക്കി. ഈ ഹോംവർക്കാണ് നാഗ്പൂരിൽ കണ്ടത്. മിച്ചൽ സാറ്റ്നറും ഇഷ് സോദിയും എറിയാൻ വന്നപ്പോൾ അവർ എവിടെ പന്തെറിയുമെന്ന് മുൻകൂട്ടി കണ്ടതുപോലെയായിരുന്നു അഭിഷേകിന്റെ ഫുട്വർക്ക്. ക്രീസിൽ നിന്നിറങ്ങി വന്ന് സ്പിന്നർമാരെ ഗ്യാലറിയിലെത്തിക്കുമ്പോൾ ആ ഷോട്ടുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു. ശക്തിയല്ല, ടൈമിംഗ് ആണ് എല്ലാം. ക്രിസ് ഗെയിലിനെയോ ആന്ദ്രെ റസലിനെയോ പോലെ കൂറ്റൻ ശരീരപ്രകൃതിയുള്ള താരമല്ല അഭിഷേക് ശർമ്മ. എന്നിട്ടും പന്ത് സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പോകുന്നു. ഇതിന്റെ രഹസ്യവും അദ്ദേഹം വെളിപ്പെടുത്തി. ഞാൻ വളരെ കരുത്തനായ ബാറ്ററാണെന്ന് പലരും കരുതുന്നുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. ഞാൻ കരുത്തിനേക്കാളേറെ ടൈമിങ്ങിൽ ശ്രദ്ധിക്കുന്നയാളാണ്. പന്തിന്റെ വേഗതയും പിച്ചിലെ സാഹചര്യവും മുതലെടുത്ത് കൃത്യമായ ടൈമിങ്ങിലൂടെ ബാറ്റ് വീശുന്നതാണ് അഭിഷേകിന്റെ രീതി. ആദ്യം ഞാൻ പന്ത് വീക്ഷിക്കും. ഇന്ത്യയിലെ വ്യത്യസ്തമായ പിച്ചുകളിൽ കളിക്കുമ്പോൾ സാഹചര്യങ്ങളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടണം. ടൈമിങ്ങും സാഹചര്യത്തെക്കുറിച്ചുള്ള ധാരണയുമാണ് വലിയ ഷോട്ടുകൾ കളിക്കാൻ സഹായിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. നാഗ്പൂരിലെ വമ്പൻ സിക്സറുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. മസിൽ പവറിനേക്കാൾ ബാറ്റിംഗിന്റെ സ്വീറ്റ് സ്പോട്ടിൽ പന്ത് കൊള്ളിക്കുന്നിടത്താണ് അഭിഷേക് വിജയിക്കുന്നത്. റസലിനെ വീഴ്ത്തിയ റെക്കോർഡ്. സ്വയം കരുത്തനല്ല എന്ന് അഭിഷേക് പറയുമ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ പവർ ഹിറ്ററായ ആന്ദ്രെ റസലിന്റെ ഒരു വമ്പൻ റെക്കോർഡാണ് നാഗ്പൂരിൽ തകർക്കപ്പെട്ടത്. ടി20 ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ നിന്ന് 5,000 റൺസ് തികയ്ക്കുന്ന താരം എന്ന ലോക റെക്കോർഡ് ഇനി അഭിഷേക് ശർമ്മയ്ക്ക് സ്വന്തം. അഭിഷേക് ശർമ്മ 2,898 പന്തുകൾ. ആന്ദ്രെ റസൽ 2,942 പന്തുകൾ.
വെസ്റ്റ് ഇൻഡീസ് കരുത്തൻ ആന്ദ്രെ റസലിന്റെ പേരിലുണ്ടായിരുന്ന ഓൾ ടൈം റെക്കോർഡാണ് അഭിഷേക് തിരുത്തിയത്. വെറും 2898 പന്തുകൾ നേരിട്ടാണ് അദ്ദേഹം 5000 റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ടത്. 170 മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ സ്ഥിരമായി കളിക്കുന്ന അഭിഷേകിന്റെ ബാറ്റിംഗ് വേഗത എത്രത്തോളമുണ്ടെന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു. ഇന്ത്യയുടെ പുതിയ തുറുപ്പുചീട്ട്. ന്യൂസിലാൻഡിനെതിരായ ആദ്യ മത്സരത്തിലെ ജയം ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി അഭിഷേക് മാറിക്കഴിഞ്ഞു. ഓപ്പണിംഗിൽ ഇത്രയേറെ ആക്രമണകാരിയായ ഒരു താരമുള്ളപ്പോൾ എതിർ ടീമുകൾക്ക് പവർ പ്ലേയിൽ ഒരു പ്ലാനും നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്റെ ഷോട്ടുകളെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അഭിഷേക് പറയുമ്പോൾ അത് ഇന്ത്യയുടെ വിശ്വാസം കൂടിയായി മാറുകയാണ്. വരും മത്സരങ്ങളിലും ഈ ടൈമിംഗ് വിസ്മയം തുടർന്നാൽ T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം ഈ പഞ്ചാബ് സിംഹം തന്നെയായിരിക്കും.